Hello, welcome to my channel ABCD5. I am Advocate Jasna Shabir Ali. Today we are going to talk about having. Having എന്ന ഈ വേർഡ് ഉപയോഗിക്കേണ്ട ശരിയായിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഹാവിങ് ഉപയോഗിച്ചുള്ള കുറച്ച് സെന്റൻസ് സ്ട്രക്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണണം. കാരണം ഹാവിങ് എന്ന ഈ വേർഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസിൽ പലരും ഉപയോഗിച്ച് കാണുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീർത്ത് നമുക്കിന്ന് ഹാവിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. ഹാവ് എന്നതിൻ്റെ 3 ഫോംസ് നമ്മൾ പഠിച്ചതാണ്. ഹാവ്, ഹാഡ്, ഹാഡ്. ഇനി അതേപോലെ തന്നെ ഹാവിൻ്റെ ING ഫോമാണ് ഹാവിങ് എന്ന് എല്ലാവർക്കും അറിയാം. ഹാസ്, ഹാവ് എന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതായി നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാവ് ഉപയോഗിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. ആ സിറ്റുവേഷൻസ് പറയുന്നതിന് മുമ്പ് ഹാവിങ് ഏതൊക്കെ മീനിങ്ങിലാണ് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് അറിയണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാവിങ് നമുക്ക് പ്രസൻറ്റ്, പാസ്റ്റ്, കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് അർത്ഥം വരുന്നൊരു വേർഡാണ് ഹാവ്. അപ്പോൾ നമുക്ക് ഓരോരോ അർത്ഥങ്ങളായിട്ട് നമുക്ക് നോക്കാം. കഴിക്കുക എന്നർത്ഥത്തിൽ ഹാവ് ഉപയോഗിച്ചിരുന്നു. ഐ ഹാവ്, ഞാൻ കഴിക്കുന്നു. ഐ ഹാഡ്, ഞാൻ കഴിച്ചു. അതുപോലെ ഐ ആം ഹാവിങ്, അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഞാൻ കഴിക്കുകയാണ്. ഈ ഹാവിങ്ങിൻ്റെ ഒരു ഉപയോഗം ഇതാണ്, ഞാൻ കഴിക്കുകയാണ്. ഹാവിങ് കഴിഞ്ഞ് എന്താണോ കഴിക്കുന്നത് അത് വയ്ക്കാം. എക്സാമ്പിൾ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. ഷീ ഈസ് ഹാവിങ് ലഞ്ച്. അവർ ഡിന്നർ കഴിക്കുകയാണ്. ദേ ആർ ഹാവിങ് ഡിന്നർ. അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റിലെ കാര്യം പറയാം. ഞാൻ അവളുടെ വീട്ടിലെത്തുമ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ഷീ വാസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഐ അറൈവ്ഡ് ടു ഹർ ഹൗസ്. ഇവിടെ കഴിക്കുക എന്നുള്ളതിൽ മാത്രമല്ല, കുടിക്കുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഹാവിങ് വെക്കാം. ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. ഐ ആം ഹാവിങ് ആപ്പിൾ ജ്യൂസ്. അപ്പോൾ കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഹാവിങ് ഉപയോഗിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായതുകൊണ്ട് കഴിക്കുക, കുടിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഹാവിങ് വെക്കാം. നമ്മളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്നീ അർത്ഥങ്ങളിൽ നമുക്ക് ഈ ഹാവിങ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഷീ ഈസ് ഹാവിങ് ഫൺ. ഈ ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ടൈം, അതാണ് അർത്ഥം. അതായത് ഒരു നല്ലൊരു സമയത്തിലൂടെ അവൾ കടന്നു പോവുകയാണ് എന്ന് പറയാൻ ഷീ ഈസ് ഹാവിങ് ഫൺ. അവസ്ഥകളിലൂടെ, ഇത്തരം സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഹാവിങ് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഹാവ് എന്ന വേർഡ് വെച്ച് പറയുന്ന മറ്റ് വേർബ്സ് ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാത്ത്, ഡ്രീം മുതലായവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാവ് കൂടെ ചേർത്താണ് പറയാറുള്ളത്. എക്സാമ്പിൾ, അവൻ കുളിക്കുകയാണ്. ഹീ ഈസ് ഹാവിങ് ബാത്ത്. അവൾ സ്വപ്നം കാണുകയായിരുന്നു. ഷീ വാസ് ഹാവിങ് ഡ്രീം. അതായത് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു. ഐ വാസ് ഹാവിങ് എ ഡ്രീം വൈൽ യു കോൾഡ് മീ. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ഹാവിങ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസിൽ നമുക്ക് ഹാവിങ് വെക്കാം. നാളെ 11 മണിക്ക് നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ നാളെ 11 മണിക്ക് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ വി ആർ ഹാവിങ് മീറ്റിംഗ് ടുമോറോ അറ്റ് 11 AM. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ, അത് പറയാൻ നമുക്ക് ഈ ഹാവിങ് ഉപയോഗിക്കാം. ശനിയാഴ്ച നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയാൻ യു ആർ ഹാവിങ് ഇംഗ്ലീഷ് ടെസ്റ്റ് ഓൺ സാറ്റർഡേ. യു ആർ ഹാവിങ് ഇംഗ്ലീഷ് ടെസ്റ്റ് ഓൺ സാറ്റർഡേ. അപ്പോൾ ഇതേപോലെ ഹാവിങ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ നമുക്ക് കുറേയേറെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ ഹാവിങ്ങിൻ്റെ മീനിങ് എന്താണെന്നും എന്നാൽ ചില സിറ്റുവേഷൻസിൽ ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യണം. എങ്കിലേ ഈ ഹാവിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഹാവിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട് മാറിയില്ല എങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഹാവ് ഉപയോഗിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. ഹാവ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹാസ് ഹാവ് എന്ന ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് 2 സഹോദരന്മാരുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് 2 ബ്രദേഴ്സ്. എനിക്ക് 3 കുട്ടികളുണ്ട്. ഐ ഹാവ് 3 ചിൽഡ്രൻ.
അപ്പോൾ ഇവിടെ ഹാസും ഹാഫും വെക്കാം. ഇനി ഇവിടെ ഹാവിങ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കേണ്ട ഈ സിറ്റുവേഷൻസിൽ ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു നിയമം. അതായത് ഇവിടെ ഷീ ഈസ് ഹാവിങ് 2 ബ്രദേഴ്സ് എന്നോ ഐ ആം ഹാവിങ് 3 ചിൽഡ്രൻ എന്നോ ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു റോങ് ആയിട്ടുള്ളൊരു ഉപയോഗമാണ്. അവൾക്ക് 2 സഹോദരന്മാരുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് 2 ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയാകും. എനിക്ക് 3 കുട്ടികളുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് 3 ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഹാവിങ് വെച്ച് പറയേണ്ടതില്ല. നാറ്റീവ് സ്പീക്കേഴ്സ് ഇതിനായിട്ടൊരു കാരണവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഹാവിങ് വെക്കാൻ പാടില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. അതായത് കുറഞ്ഞ കാലയളവിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഹാവിങ് വെച്ച് പറയാവൂ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുട്ടികളുള്ളതും സഹോദരങ്ങളുള്ളതും ഒക്കെ കുറഞ്ഞ കാലയളവിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മുടെ പൊസിഷനിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉള്ളൊരു കാര്യം എങ്ങനെയാണ് കുറഞ്ഞ കാലയളവിലെ കുറച്ച് അനുഭവമായി മാറുക? അത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്തായാലും. അതുകൊണ്ട് തന്നെ അവിടെ ഹാവ് മതി, ഹാവിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ ഹാവിനൊപ്പം ഗോട്ട് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഷീ ഹാസ് 2 ബ്രദേഴ്സ്, ഷീ ഹാസ് ഗോട്ട് 2 ബ്രദേഴ്സ്. ഐ ഹാവ് 3 ചിൽഡ്രൻ, ഐ ഹാവ് ഗോട്ട് 3 ചിൽഡ്രൻ. ഈ സെൻറ്റൻസിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ഷീ ഹാസ് 2 ബ്രദേഴ്സ് എന്നതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഷീ ഹാസ് ഗോട്ട് 2 ബ്രദേഴ്സ് എന്നതിന്. അവൾക്ക് 2 സഹോദരന്മാരുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമലായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഷീ ഹാസ് 2 ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയാകും. എന്നാൽ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നതിനാണ് ഷീ ഹാസ് ഗോട്ട് 2 ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ സിറ്റുവേഷൻസിൽ ഹാസ് ഓർ ഹാവ് മാത്രം വെച്ചാൽ മതിയാവും. എന്നാൽ ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹാസ് ഹാവ് ഉപയോഗിക്കേണ്ട. എല്ലാ സിറ്റുവേഷൻസിലും ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട് ഇവ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഹാവിങ്ങും ഹാവ് ഗോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന സിറ്റുവേഷൻസിൽ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഹാസും ഹാഫും ഉപയോഗിക്കാം. എന്നാൽ ഈ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെ ചില സിറ്റുവേഷൻസിൽ ഹാവിങ് ഉപയോഗിക്കാം, എന്നാൽ ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ചിലയിടത്ത് ഹാവ് ഗോട്ട് ഉപയോഗിക്കാം, ഹാവിങ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അവസാനം അതിനൊരു ചാർട്ടൊക്കെ വരച്ച് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാവിങ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാവ് ഗോട്ട് എന്നൊക്കെ തരംതിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ പറയുന്ന കാര്യങ്ങളിൽ ഹാവ് ഉപയോഗിക്കാൻ പറ്റും, ഹാവിങ് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നും ഹാവ് ഗോട്ട് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നുമാണ് പറയാൻ പോകുന്നത്. പൊസഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഐ ഹാവ് എ കാർ, ഐ ഹാവ് ഗോട്ട് എ കാർ. ഇതുപോലെ തന്നെ ഐ ആം ഹാവിങ് എ കാർ എന്നോ ഐ ആം ഹാവിങ് എ ഹൗസ് എന്നോ ഒന്നും പറയാൻ പാടില്ല. ഇനി എനിക്ക് ചെയ്യാൻ ധാരാളം ജോലിയുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഇവിടെയും ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു എന്ന് പറയാം. എന്നാൽ ഇവിടെ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഒരു സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോവാം. ഇൽനെസ്, അതായത് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു അസുഖം വല്ലതും ഉണ്ടെങ്കിൽ ഹാവ് ഉപയോഗിച്ച് പറയാമെന്ന്. ഐ ഹാവ് ഹെഡ് ഏക്ക്. അതുപോലെ തന്നെ ഐ ഹാവ് ഗോട്ട് ഹെഡ് ഏക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഐ ഹാവ് ഹെഡ് ഏക്ക്, ഐ ഹാവ് ഗോട്ട് ഹെഡ് ഏക്ക്. എനിക്ക് തലവേദനയുണ്ട് എന്നാണ് ഈ 2 സെൻറ്റൻസിൻ്റെയും അർത്ഥം. ഇവിടെയും ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ല. ഇൽനെസ്സിൻ്റെ കാര്യത്തിൽ ഹാവിങ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും ഈ അറ്റാക്ക് പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന അസുഖങ്ങൾ ഹാവിങ് വെച്ച് പറയാറുണ്ട്. ഹി വാസ് ഹാവിങ് ഹാർട്ട് അറ്റാക്ക്. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈസ് ഹാവിങ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ അവസ്ഥയിൽ, ആ അറ്റാക്ക് എന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സർജറി, ഓപ്പറേഷൻ ഇവയെക്കുറിച്ചൊക്കെ പറയാൻ ഹാവിങ് ഉപയോഗിക്കാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ, അയാൾക്ക് ഹാർട്ടിൻ്റെ സർജറി ഉണ്ട് എന്ന് പറയും. ഈസ് ഹാവിങ് ഹാർട്ട് സർജറി. ഇനി തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നോക്കുക എന്നുള്ള അർത്ഥം വരുന്ന ലുക്ക് എന്ന വേർഡ് വരുമ്പോൾ ഹാവിങ് ഉപയോഗിക്കാം, പക്ഷേ അവിടെ ഹാവ് ഗോട്ട് ഉപയോഗിക്കരുത്. എക്സാമ്പിൾ, ഞങ്ങൾ നിങ്ങളുടെ പ്രപ്പോസൽ നോക്കുകയാണ്. വി ആർ ഹാവിങ് എ ലുക്ക് at your proposal. We are having a look at your
പ്രപ്പോസൽ. ഇനി ഒരു സെൻറ്റൻസിൽ ടോക്ക്, ചാറ്റ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ ഇവിടെ ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ, അയാൾ അവളുമായി ചാറ്റ് ചെയ്യുകയാണ്. ഹീ ഈസ് ഹാവിങ് ചാറ്റ് വിത്ത് ഹർ. ഹീ ഈസ് ഹാവിങ് എ ചാറ്റ് വിത്ത് ഹർ. മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഹാവിങ്ങും ഹാവ് ഗോട്ടും ഒരുപോലെ തന്നെ വയ്ക്കാം. എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹാവിങ് എ മീറ്റിംഗ് റൈറ്റ് നൗ. അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹാവിങ് എ മീറ്റിംഗ് റൈറ്റ് നൗ. അവൾക്ക് ഇന്ന് 2 മീറ്റിങ്ങുകളുണ്ട്. ഷീ ഹാസ് ഗോട്ട് 2 മീറ്റിംഗ്സ് ടുഡേ. ഷീ ഹാസ് ഗോട്ട് 2 മീറ്റിംഗ്സ് ടുഡേ. ഈ അപ്പോയിൻമെൻറ്റ് വരുന്നിടത്തൊന്നും ഹാവിങ് വെക്കാൻ പാടില്ല, ഹാവ് ഗോട്ട് വെക്കാം. നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. യു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഹാവ് ഒക്കെ വെച്ച് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ഈ ഹാവ് വെക്കുന്നിടത്ത് ഹാവ് ഗോട്ട് വെക്കാം. 10:30 ഡോക്ടറെ കാണാൻ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. വി ഹാവ് ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ അറ്റ് 10:30. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, പ്രത്യേക സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഹാവിങ് വെക്കാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഫൺ, ഗുഡ് ടൈം, അതുപോലെ എന്തെങ്കിലും ഒരു പാർട്ടി, ഗുഡ് ഡേ, ബാഡ് ഡേ, ഇതിലൊക്കെ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാമെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇത്തരം സിറ്റുവേഷനിൽ ഒരിക്കലും ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ സംഗീതം ആസ്വദിച്ചുകൊണ്ട് നല്ല സമയത്തിലൂടെ കടന്നു പോവുകയാണ്, നല്ല സമയത്തിലാണ് എന്നൊക്കെ പറയാൻ ഐ ആം ഹാവിങ് ഫൺ വിത്ത് മ്യൂസിക്. ഐ ആം ഹാവിങ് ഫൺ വിത്ത് മ്യൂസിക്. ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടി നടത്തുകയാണ്. We are having a party at our house tonight. We are having a party at our house tonight. എൻ്റെ ദിവസത്തിലെ ചീത്ത ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. I am having a worst day of my life. I am having a worst day of my life. ഇനി അടുത്തത്, ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് 3 കുട്ടികളുണ്ട് എന്ന് പറയാൻ I have 3 children എന്ന് പറഞ്ഞാൽ മതി. I have got 3 children എന്നും പറയാം. പക്ഷേ ഐ ആം ഹാവിങ് 3 ചിൽഡ്രൻ എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പറയാണ് ഷീ ഈസ് ഹാവിങ് എ ബേബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നാണ് ഷീ ഈസ് ഹാവിങ് എ ബേബി എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു അവസരത്തിൽ നമുക്ക് ഷീ ഈസ് ഹാവിങ് എ ബേബി എന്ന് പറഞ്ഞ ഉടനെ ക്യുക്ക് കോൾ എ ഡോക്ടർ, ഷീ ഈസ് ഹാവിങ് എ ബേബി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കൂ, അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഡോക്ടറെ പെട്ടെന്ന് വിളിക്കൂ, ഷീ ഈസ് ഹാവിങ് എ ബേബി എന്ന് പറയുമ്പോൾ അവൾ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ആ സിറ്റുവേഷനിൽ പറയുമ്പോഴാണ് അവളിപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണെന്ന് പറയുള്ളൂ. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും ഇല്ലാതെ ഷീ ഈസ് ഹാവിങ് എ ബേബി എന്ന് പറഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അവൾ ഗർഭിണിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രോബ്ലം എന്നുള്ള വാക്കിൻ്റെ ഒപ്പം ഹാവിങ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹാവ് ഗോട്ടും ഉപയോഗിക്കാം. എക്സാമ്പിൾ, എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എൻ്റെ പ്രിൻ്റർ കണക്ട് ചെയ്യുന്നതുമായി എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഐ ആം ഹാവിങ് പ്രോബ്ലംസ് കണക്റ്റിംഗ് മൈ പ്രിൻ്റർ ടു മൈ കമ്പ്യൂട്ടർ. ഐ ആം ഹാവിങ് പ്രോബ്ലംസ് കണക്റ്റിംഗ് മൈ പ്രിൻ്റർ ടു മൈ കമ്പ്യൂട്ടർ. അതായത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ഹാവ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഐ ആം ഹാവിങ് എന്ന് ഉപയോഗിക്കുന്നത് അതിലൂടെ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്ന് കാണിക്കുന്നതിനാണ് ഐ ആം ഹാവിങ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. വി ഹാവ് ഗോട്ട് എ ബിഗ് പ്രോബ്ലം. വി ഹാവ് ഗോട്ട് എ ബിഗ് പ്രോബ്ലം. അടുത്തത് ട്രബിൾ, ഡിഫിക്കൽറ്റി. ഈ 2 വേർഡ്സ് വരുമ്പോഴും ഹാവിങ് ഉപയോഗിക്കാം, പക്ഷേ ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ, നിങ്ങൾക്ക് ശ്വസിക്കുന്നതിന് പ്രശ്നമുണ്ടോ, ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്? ആർ യു ഹാവിങ് ട്രബിൾ ബ്രീത്തിങ്? നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് അവൾ എന്ന് പറയാൻ ഷീ ഈസ് ഹാവിങ് ഡിഫിക്കൽറ്റി അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ലാംഗ്വേജ്. ഷീ ഈസ് ഹാവിങ് ഡിഫിക്കൽറ്റി അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ലാംഗ്വേജ്. അടുത്തത് ഇഫക്റ്റ്, ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ്. ഇത്തരം വേർഡ്സൊക്കെ വരുമ്പോൾ ഹാവിങ് വെക്കാം, പക്ഷേ ഹാവ് ഗോട്ട് വെക്കാൻ പാടില്ല. ഈ പുതിയ നിയമങ്ങൾ ക്രൈം റേറ്റിൻ്റെ കാര്യത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തുകയാണ്. These new laws are having a major impact on the crime rate.
ദീസ് ന്യൂ ലോസ് ആർ ഹാവിങ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ക്രൈം റൈറ്റ്. നമുക്കിവിടെ നമ്മുടെ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതായത് താഴെ പറയുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഹാവിങ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയെന്നും ഹാവ് ഗോട്ട് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നും ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചാർട്ട് ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം ഹാവിങ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞ് പരിചയിക്കുക. അതുപോലെ ഹാവ് ഗോട്ടും. അപ്പോൾ ഹാവിങ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലായി. നമുക്ക് ഹാവിങ് ഉപയോഗിച്ച് മറ്റ് ചില സെൻറ്റൻസ് ഒക്കെ പഠിക്കാം. അതായത് ഹാവിങ് ഉപയോഗിച്ചൊരു ക്ലോസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ പറയാം. ആദ്യം തന്നെ നമുക്ക് ഹാവിങ് പ്ലസ് സംതിങ്, ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. ഹാവിങ് പ്ലസ് സംതിങ് എന്ന സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഹാവിങ്ങിനർത്ഥം എപ്പോഴും ഉള്ളത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്നോ ഉള്ളത് കൊണ്ട് എന്നോ ഉള്ള അർത്ഥത്തിലാണ് ഹാവിങ് പ്ലസ് സംതിങ് എന്നുള്ള ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ ഹാവിങ്ങിന് അർത്ഥം വരുന്നത്. ഇംഗ്ലീഷ് നോളേജ് ഉള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഹാവിങ് ഇംഗ്ലീഷ് നോളേജ് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. താല്പര്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഹാവിങ് ഇൻട്രസ്റ്റ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. സ്വന്തമായി കാറുള്ളത് കൊണ്ട് അവർക്ക് എവിടെയും പോകാം, അവർ എവിടെയും പോകും. ഹാവിങ് ഓൺ കാർ ദേ വിൽ ഗോ എനിവേർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഹാവിങ് ഓൺ കാർ എന്ന് വെച്ചു. നമ്മൾ നേരത്തെ പഠിച്ച സിറ്റുവേഷൻസിൽ ഈ പൊസഷനിലുള്ളതൊന്നും ഹാവിങ് വെച്ച് പറയരുതെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ക്ലോസുകളായി പറയുന്ന സെൻറ്റൻസ് സ്ട്രക്ചറിൽ നമുക്ക് ആ നിയമങ്ങൾ ബാധകമല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു നോക്കാം. അതായത് ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തെറ്റേതാണ് ശരി ഏതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. നോട്ട് ഹാവിങ് തിങ്കിങ് എബിലിറ്റി, ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. നോട്ട് ഹാവിങ് തിങ്കിങ് എബിലിറ്റി വി കുഡ് നോ വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് പോകാം. ഹാവിങ് പ്ലസ് V3. ഹാവിങ് പ്ലസ് V3 എന്നുള്ള സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഹാവിങ്ങിൻ്റെ അർത്ഥം ഏത് വേർബാണോ നമ്മൾ വെക്കുന്നത് ആ വേർബിൻ്റെ അർത്ഥം എന്താണോ ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്നാണ് അവിടെ അർത്ഥം വരിക. ധാരാളം പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഹാവിങ് റെഡ് മെനി ബുക്സ് ഐ കുഡ് നോ മെനി തിങ്സ്. ഹാവിങ് റെഡ് മെനി ബുക്സ് ഐ കുഡ് നോ മെനി തിങ്സ്. നന്നായി പെരുമാറിയത് കൊണ്ട് അവർ അവനെ വിശ്വസിച്ചു. ഹാവിങ് ബിഹേവ്ഡ് ഗുഡ് ദേ ബിലീവ്ഡ് ഹിം. ഹാവിങ് ബിഹേവ്ഡ് ഗുഡ് ദേ ബിലീവ്ഡ് ഹിം. ഹാവിങ് പ്ലസ് V3 വെക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചറിൽ ഹാവിങ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം അതുകൊണ്ട് എന്നോ അല്ലെങ്കിൽ അതിന് ശേഷമെന്നോ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്നോ അങ്ങനെയൊക്കെ അർത്ഥം വരും. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. നന്നായി പെരുമാറാത്തത് കൊണ്ട് അവർ അവനെ വിശ്വസിച്ചില്ല. നോട്ട് ഹാവിങ് ബിഹേവ്ഡ് ഗുഡ് ദേ ഡിഡ് നോട്ട് ബിലീവ് ഹിം. നോട്ട് ഹാവിങ് ബിഹേവ്ഡ് ഗുഡ് ദേ ഡിഡ് നോട്ട് ബിലീവ് ഹിം. അവനോട് സംസാരിച്ചതിന് ശേഷം അവർ ഒരു തീരുമാനമെടുത്തു. ഹാവിങ് ടോക്ക് ടു ഹിം ദേ ടുക്ക് എ ഡിസിഷൻ. ഹാവിങ് ടോക്ക് ടു ഹിം ദേ ടുക്ക് എ ഡിസിഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, അവനോട് സംസാരിച്ചിട്ട് അവരൊരു ഡിസിഷൻ എടുത്തു, അവരൊരു തീരുമാനമെടുത്തു എന്നും പറയും. അവനോട് സംസാരിച്ചിട്ട്, അതായത് രണ്ട് ആക്ഷൻസ്, അത് ഒന്നിന് ശേഷം മറ്റൊന്നാണ് സംഭവിക്കുന്നതെങ്കിലും രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒന്ന് മറ്റൊന്നിന് ശേഷം സംഭവിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കിടയിലും ഡ്യൂറേഷൻ അധികം ഉണ്ടാകില്ല. അവനോട് സംസാരിച്ചതിന് ശേഷം അവരൊരു തീരുമാനമെടുത്തു എന്ന് തന്നെയാണ്. എന്നാൽ അവനോട് സംസാരിച്ചിട്ട് അവരൊരു തീരുമാനമെടുത്തു എന്ന് പറയാനാണ് ഈ ഹാവിങ് ഉപയോഗിക്കുന്നത്. ഹാവിങ് ടോക്ക് ടു ഹിം ദേ ടുക്ക് ദ ഡിസിഷൻ. അവൻ്റെ ജോലികൾ തീർത്തിട്ട് അവൻ ഉറങ്ങാൻ പോയി. അതായത് അവൻ്റെ ജോലികൾ പൂർത്തിയാക്കിയതിന് ശേഷം അവൻ ഉറങ്ങാൻ പോയി. ഹാവിങ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് he went to bed. Having completed his work he went to bed. റിപ്പോർട്ട് വായിക്കാത്തത് കൊണ്ട്
എനിക്ക് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാൻ കഴിയില്ല. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട് ഐ കാൺ ഗിവ് യു സജഷൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, റിപ്പോർട്ട് വായിച്ചിട്ടല്ലാതെ എനിക്ക് നിങ്ങൾക്ക് നിർദ്ദേശം തരാൻ കഴിയില്ല എന്നതിനും ഈ ഹാവിങ്, നോട്ട് ഹാവിങ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട് ഐ കാൺ ഗിവ് യു സജഷൻസ്. വായിച്ചിട്ട്, വായിച്ചതിന് ശേഷം, വായിച്ചത് കൊണ്ട്, വായിച്ചിട്ടല്ലാതെ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഹാവിങ് റെഡ്, ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കാം. ഹാവിങ് പ്ലസ് V3 ആണ് ഇപ്പോൾ പഠിച്ചത്. സബ്ജക്റ്റ് പ്ലസ് ഹാവിങ് പ്ലസ് V3 അതൊന്ന് നോക്കാം. പോലീസ് എത്തിയത് കൊണ്ട് ജനക്കൂട്ടം പിരിഞ്ഞുപോയി. ദ പോലീസ് ഹാവിങ് അറൈവ്ഡ് ദ മോബ് ഡിസ്പേഴ്സ്ഡ്. പോലീസ് എത്തിയപ്പോൾ ജനക്കൂട്ടം പിരിഞ്ഞുപോയി. ദ പോലീസ് ഹാവിങ് അറൈവ്ഡ് ദ മോബ് ഡിസ്പേഴ്സ്ഡ്. മഴ നിന്നപ്പോൾ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ് ദ ബോയ്സ് ബിഗാൻ ടു പ്ലേ ക്രിക്കറ്റ്. മഴ നിന്നതുകൊണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ് ദ ബോയ്സ് ബിഗാൻ ടു പ്ലേ ക്രിക്കറ്റ്. മഴ നിന്നതിന് ശേഷം കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി എന്ന അർത്ഥത്തിലും വരും. അപ്പം മലയാളത്തിൽ ഇതിൻ്റെ 3 തരം മീനിങ് ആണ് പറഞ്ഞത്. എല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. നമുക്ക് ആ സിറ്റുവേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്തത് ഹാവിങ് ബീൻ പ്ലസ് V3. അതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ഹാവിങ് ബീൻ എന്നത് പാസീവ് വോയിസിലാണ് ഉപയോഗിക്കുക. എങ്കിലും ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഹാവ് ബീൻ എന്നുള്ളത് ആക്റ്റീവ് വോയിസിൽ ഉപയോഗിച്ചിരുന്നു. ഐ ഹാവ് ബീൻ ടു ദുബായ് എന്ന് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഞാൻ ദുബായിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ഹാവിങ് ബീൻ ഉപയോഗിക്കാം. ഹാവിങ് ബീൻ പ്ലസ് V3 ഇത് പാസീവ് വോയിസിലാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഹാവ് ബീൻ നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഉപയോഗിച്ചിരുന്നു. അതായത് ഞാൻ ദുബായിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൽ ഐ ഹാവ് ബീൻ ടു ദുബായ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചു. ഇതുപോലെ തന്നെ ഹാവിങ് ബീൻ ഉപയോഗിക്കാം. ദുബായിലേക്ക് പോയത് കൊണ്ട് ബുർജ് ഖലീഫയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതി. ഹാവിങ് ബീൻ ടു ദുബായ് ഐ റോട്ട് ആൻ ആർട്ടിക്കിൾ ഓൺ ബുർജ് ഖലീഫ. ഹാവിങ് ബീൻ ടു ദുബായ് ഐ റോട്ട് ആൻ ആർട്ടിക്കിൾ ഓൺ ബുർജ് ഖലീഫ. ഇനി നമുക്ക് പാസീവ് വോയിസിൽ നോക്കാം. ബോസ് അപ്രിഷ്യേറ്റ് ചെയ്തതുകൊണ്ട് അവൻ ഹാപ്പിയായി. ഹാവിങ് ബീൻ അപ്രിഷ്യേറ്റഡ് ബൈ ഹിസ് ബോസ് ഹി ഫെൽറ്റ് ഹാപ്പി. അമ്മ ശകാരിച്ചതുകൊണ്ട്, അമ്മ ശകാരിച്ചപ്പോൾ അവൻ കരയാൻ തുടങ്ങി. ഹാവിങ് ബീൻ സ്കോൾഡഡ് ബൈ ഹിസ് മദർ ഹി ബിഗാൻ ടു ക്രൈ. ഹാവിങ് ബീൻ സ്കോൾഡഡ് ബൈ ഹിസ് മദർ ഹി ബിഗാൻ ടു ക്രൈ. അടുത്തത് ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ള ഒരു ഫ്രേസിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയും, എന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും, എന്നിരുന്നാലും, എങ്ങനെയൊക്കെ ആയാലും എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹാവിങ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. രാജ്യം മുഴുവൻ കംപ്ലീറ്റ് ലോക്ക്ഡൗണിലാണ്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും, അങ്ങനെയൊക്കെ പറഞ്ഞാലും ആശുപത്രികൾ ജോലി ചെയ്യുന്നത് തുടരും. The country is under complete lockdown. Having said that, അങ്ങനെയൊക്കെ പറഞ്ഞാലും hospitals will continue to work. The country is under complete lockdown. Having said that, hospitals will continue to work. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് വളരെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന് നല്ല സാധ്യതയുണ്ട്. This spoken English course is very expensive. Having said that, it has got good scope. This spoken English course is very expensive. Having said that, it has got good scope. അടുത്ത എക്സാമ്പിൾ, ഈ ക്യാമറ എക്സ്പെൻസീവ് ആണ്, ചെലവേറിയതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. This camera is expensive. Having said that, I want to purchase it. This camera is expensive. Having said that, I want to purchase it. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചീപ്പായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. You have a lot of money. Having said that, you wear cheap clothes. You have a lot of money. Having said that, you wear
cheap clothes. അപ്പോൾ എല്ലാവർക്കും ഹാവിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹാവിങ് ഉപയോഗിച്ചുള്ള എല്ലാ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഹാവിങ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് നന്നായി മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് കമൻസിൽ പറയുക. അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. അതല്ലെങ്കിൽ വാട്സപ്പിൽ നേരിട്ട് ചോദിക്കാം. ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. അടുത്തൊരു ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.